Hi folks, welcome to a new video. So today we have a wonderful story, The Best Investment I Ever Made, written by A.J. Cronin. ഇന്ന് നമ്മൾ 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ The Best Investment I Ever Made എന്ന അതിമനോഹരമായ സ്റ്റോറിയാണ് പഠിക്കാൻ പോകുന്നത്. The Best Investment I Ever Made. On the second day out from New York, while making the round of the promenade deck, I suddenly became aware that one of the passengers was watching me closely, following me with his gaze every time I passed. So in the beginning of the story, we see that the narrator, A.J. Cronin, was in a ship. ഈ സ്റ്റോറിയുടെ നറേറ്റർ ആയിട്ടുള്ള A.J. Cronin ഷിപ്പിലാണുള്ളത്. ആൻഡ് ദ ഷിപ്പ് വാസ് അവേ ഫ്രം ന്യൂയോർക്ക്. ന്യൂയോർക്കിൽ നിന്നും കുറച്ച് അകലെയായിട്ടാണ് അദ്ദേഹത്തിന്റെ കപ്പലുള്ളത്. ആൻഡ് ദാറ്റ് വാസ് ദ സെക്കൻഡ് ഡേ. അദ്ദേഹത്തിന്റെ കപ്പൽ യാത്രയുടെ സെക്കൻഡ് ഡേ ആയിരുന്നു അത്. ആൻഡ് വൈൽ മേക്കിംഗ് ദ റൗണ്ട് ഓഫ് ദ പ്രൊമനേഡ് ഡെക്ക്, അദ്ദേഹം കപ്പലിലെ പ്രൊമനേഡ് ഡെക്കിലൂടെ. വാട്ട് ഈസ് പ്രൊമനേഡ് ഡെക്ക്? ദിസ് ഈസ് പ്രൊമനേഡ് ഡെക്ക്. ഷിപ്പിലുള്ള നടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് പ്രൊമനേഡ് ഡെക്ക്. സോ ഹി സേസ് when he was making the round of the promenade deck, promenade deckലൂടെ നടന്നു പോകുമ്പോൾ, I suddenly became aware that one of the passengers was watching me closely. He says, I was aware. എനിക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിച്ചു? ആ ഷിപ്പിലുണ്ടായിരുന്ന ഒരു പാസഞ്ചർ എന്നെ തന്നെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു. He was watching me closely, following me with his gaze every time I passed. ഞാൻ അതിലൂടെ നടന്നു പോകുമ്പോഴൊക്കെ അദ്ദേഹം എന്ത് ചെയ്യും? He was gazing at me. Gaze means look steadily and intently, especially in admiration, surprise or thought. ആരാധനയോടുകൂടിയോ അത്ഭുതത്തോടുകൂടിയോ ഉറ്റുനോക്കുന്നതിനാണ് എന്ത് പറയാ? ഗേസ്. So A.J. Cronin says when he was walking through the promenade deck, somebody was gazing at him. അദ്ദേഹം പ്രൊമനേഡ് ഡെക്കിലൂടെ നടന്നു പോകുമ്പോഴൊക്കെ അദ്ദേഹത്തെ ഒരാൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചു. I wanted to rest to avoid the tedium of casual and importunate shipboard contacts. So Cronin actually wanted to rest. അദ്ദേഹത്തിന് വിശ്രമിക്കണമായിരുന്നു. He actually wanted to avoid tedium of casual and importunate shipboard contacts. He wanted to avoid what? Tedium. What is tedium? Tedium means boredom of casual and importunate shipboard contacts. What is importunate? Importunate means asking for things many times in a way that is annoying. അതായത് നമ്മളൊരു ഷിപ്പിലുള്ള യാത്ര ചെയ്യുമ്പോൾ കുറേ ദിവസത്തെ ജേണി ആയിരിക്കും. അപ്പം ഷിപ്പിലുള്ള ആളുകൾ എന്ത് ചെയ്യും? സോ ദേ മീറ്റ് പീപ്പിൾ ആൻഡ് ബിഗാൻ ടു ടോക്ക്, ഫ്രണ്ട്ലി ടോക്ക്. അത്തരത്തിലുള്ള വളരെ കാഷ്വൽ ആയിട്ടുള്ള എന്നാൽ വളരെയധികം മടുപ്പുളവാക്കുന്ന രീതിയിൽ ചോദിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുന്ന രീതിയിൽ, നിങ്ങളുടെ പേരെന്താണ്, നിങ്ങൾ എവിടേക്ക് പോകുന്നു, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് എന്ത് പറയാം? ഇമ്പോർട്ടനേറ്റ് ക്വസ്റ്റ്യൻസ്. ആ രീതിയിൽ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാഷ്വൽ ആയിട്ട് സംസാരിക്കും. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന്റെ ടെഡിയം, ബോറടി ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? ആഗ്രഹിച്ചു. അദ്ദേഹത്തിന് ആരുമായിട്ട് സംസാരിക്കാനും ഇടപെടാനൊന്നും ആ സമയത്ത് തോന്നിയില്ല. അദ്ദേഹത്തിന് വിശ്രമിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഐ ഗേവ് നോ സൈൻ ഓഫ് ഹാവിംഗ് നോട്ടീസ് ദ മാൻ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം തന്നെ നോക്കുന്നതായിട്ടുള്ള യാതൊരു റെസ്പോൺസും തിരിച്ചു കാണിച്ചില്ല. ഒരാൾ നമ്മളെ നോക്കുന്നതായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആളിനോട് വിഷ് ചെയ്യുകയോ അറ്റ്ലീസ്റ്റ് ചിരിക്കെങ്കിലും ചെയ്യും. പക്ഷെ അത്തരത്തിൽ ഇദ്ദേഹമായിട്ട് ആരുമായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നാൽ അദ്ദേഹം എന്ത് ചെയ്തു? ഇയാൾ നോക്കുന്നതായിട്ട് ഭാവിച്ചു പോലും ഇല്ല. Yet there was nothing importunate about him. On the contrary, he seemed affected by a troubled, rather touching diffidence. സത്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത് യാതൊരു രീതിയിലുള്ള മടുപ്പുളവാക്കുന്ന പെരുമാറ്റമോ ആറ്റിറ്റ്യൂഡോ ഒന്നും ഇദ്ദേഹത്തിന് കാണാനേ സാധിച്ചിരുന്നില്ല. What is the meaning of diffidence? Diffidence means shyness or lack of confidence. അദ്ദേഹത്തിനൊരു നാണമോ അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസക്കുറവോ ഉള്ളതായിട്ട് ആർക്ക് തോന്നി? A.J. Cronin അദ്ദേഹത്തെ കണ്ടപ്പോൾ തോന്നുകയുണ്ടായി. എന്തായാലും തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആള് വളരെയധികം ഹാപ്പി ആയിട്ടുള്ള, ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളല്ല. മറിച്ച് മാനസികമായിട്ട് ഉൾവലിഞ്ഞ എന്തോ ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസക്കുറവ് അയാൾക്കുണ്ട് എന്ന് A.J. Cronin മനസ്സിലാവാൻ തുടങ്ങി. He was in his early 40s, rather short in build, with a fair complexion and clear blue eyes. ഇനി പറയുന്നത് അദ്ദേഹത്തിന്റെ ഫിസിക്കലായിട്ടുള്ള, അദ്ദേഹത്തെ കാണുമ്പോൾ ഫിസിക്കലായിട്ടുള്ളൊരു രൂപവിശേഷണമാണ്. He was in his early 40s. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 40 വയസ്സ് പ്രായം തോന്നിക്കും. rather short in build, വലിയ ഹൈറ്റ് ഇല്ല, ഷോർട്ട് ആയിട്ടുള്ളൊരു ആളായിരുന്നു കാഴ്ചയിൽ. വിത്ത് ഫെയർ കോംപ്ലക്ഷൻ, നന്നായിട്ട് വെളുത്തിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ആൻഡ് ക്ലിയർ ബ്ലൂ ഐസ്, അദ്ദേഹത്തിന് തെളിഞ്ഞ നീല കണ്ണുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഹിസ് തിൻ ഹെയർ,
had begun to recede from his forehead. ഇനി പറയുന്നത് അദ്ദേഹത്തിന്റെ മുടിയെ കുറിച്ചിട്ടാണ്. began to recede. recede means to stop growing. എന്ന് വെച്ചാൽ നെറ്റിയുടെ മുൻഭാഗത്തായിട്ടുള്ള മുടി ചെറുതായിട്ട് കൊഴിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. His dark suit, sober tie and rimless spectacles gave evidence of a serious and reserved disposition. അദ്ദേഹം ധരിച്ചിരുന്ന സ്യൂട്ട്, it was dark, and sober tie. What is the meaning of sober? Sober means plain and not bright in color. അദ്ദേഹം ധരിച്ചിരുന്ന ടൈ എങ്ങനെയായിരുന്നു? വളരെ പ്ലെയിൻ ആയിട്ട് തിളക്കം കുറഞ്ഞ രീതിയിലൊരു ടൈ ആണ് അദ്ദേഹം ധരിച്ചിരുന്നത്. ആൻഡ് റിംലെസ് സ്പെക്ടക്കിൾസ്, റിം ഇല്ലാത്ത കണ്ണട, ഗ്ലാസ് മാത്രം ഉള്ള കണ്ണടയാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. All these things gave evidence of a serious and reserved disposition. What is disposition? A person's inherent qualities of mind and character. ഒരാളുടെ സ്വഭാവ സവിശേഷത എന്നൊക്കെ പറയാം. അദ്ദേഹത്തിന്റെ ഈ ഡാർക്ക് ആയിട്ടുള്ള ഡ്രസ്സ്, വളരെ പ്ലെയിൻ ആയിട്ടുള്ള ടൈ, അദ്ദേഹത്തിന്റെ റിംലെസ് സ്പെക്ടക്കിൾസ്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായിട്ട് തോന്നും? വളരെ സീരിയസ് ആയിട്ടുള്ളൊരു, റിസർവ്ഡ് ആയിട്ട് അധികം സംസാരിക്കാത്ത, ഉൾവലിഞ്ഞൊരു സ്വഭാവ സവിശേഷതയുള്ള വ്യക്തിയാണെന്ന് തോന്നിക്കും. At this point, the bugle sounded for dinner and I went below. ആ സമയത്ത് എന്തുണ്ടായി? There was a sound from bugle. What is bugle? A brass instrument like a small trumpet. This is bugle. ആ സമയം സൈറൻ അടിച്ചു. ബ്യൂഗിളിൽ നിന്നും ഡിന്നർ കഴിക്കാൻ വേണ്ടി ആളുകളെ വിളിക്കുന്ന ഒരു സൈറനായിരുന്നു ആ ബ്യൂഗിൾ സൗണ്ട്. ആ ശബ്ദം കേട്ടപ്പോൾ എജെ ക്രോണിൻ താഴേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. On the following forenoon, I again observed my fellow voyager watching me earnestly from his deck chair. Now a lady was with him, obviously his wife. The situation by this time had begun to intrigue me. So on the following forenoon, തൊട്ടടുത്ത ദിവസം, forenoon means before noon, ഉച്ചയ്ക്ക് മുമ്പായിട്ടുള്ള സമയം. I again observed my fellow voyager watching me earnestly. ഞാൻ എന്ത് കണ്ടു? എൻ്റെ സഹയാത്രികൻ, fellow voyager. He was watching me earnestly. അദ്ദേഹം എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. What is the meaning of earnestly? With sincere and intense conviction or seriously. എന്ന് വെച്ചാൽ വളരെ ആത്മാർത്ഥമായി തന്നെ അദ്ദേഹം എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. From his deck chair. What is deck chair? This is deck chair. വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ചെയർ ആണ് ഡെക്ക് ചെയർ. Now a lady was with him, obviously his wife. ഈ പ്രാവശ്യം അദ്ദേഹത്തിന്റെ കൂടെ ഒരു സ്ത്രീയുമുണ്ട്. തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ ആയിരിക്കണം. The situation by this time had begun to intrigue me. So എജെ ക്രോണിൻ says, തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആള് ആരാണെന്നുള്ളത് എജെ ക്രോണിൻ അറിയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ക്യൂരിയോസിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. Intrigue means arouse the curiosity or interest of or fascinate. എന്ന് വെച്ചാൽ ഇദ്ദേഹം ആരാണെന്ന് അറിയാനുള്ള അദ്ദേഹത്തിന്റെ ക്യൂരിയോസിറ്റി, കൗതുകം വളരെയധികം വർദ്ധിച്ചു. I discovered from my steward that they were Mr. and Mrs. John S. from a small suburb of London. Who is steward? Steward means a person employed to look after the passengers on a ship, aircraft or train. Steward പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്പിലും അതുപോലെ തന്നെ എയർപ്ലെയിനിലൊക്കെ ആളുകളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു പോസ്റ്റാണ് steward. കാര്യസ്ഥൻ എന്നൊക്കെ പറയാം. സോ ഈ സ്റ്റുവേർഡിന്റെ അടുത്ത് നിന്നും എജെ ക്രോണിൻ എന്ത് മനസ്സിലാക്കി? തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുടെ പേര് മിസ്റ്റർ ജോൺ എസ് എന്നാണെന്നും അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത് ഭാര്യയായിട്ടുള്ള മിസ്സിസ് ജോൺ എസ്. ബോത്ത് ഓഫ് ദം കം ഫ്രം എ സ്മോൾ സബർബ് ഓഫ് ലണ്ടൻ. സബർബ് മീൻസ് an outlying district of a city, especially a residential one. എന്ന് വെച്ചാൽ ഒരു സിറ്റിക്ക് പുറത്തുള്ള, തൊട്ടു പുറത്തുള്ള പ്രദേശത്തെയാണ് സബർബ് എന്ന് പറയുന്നത്. മലയാളത്തിൽ പ്രാന്തപ്രദേശം എന്ന് പറയും. സോ ലണ്ടൻ സിറ്റിയിൽ നിന്നും കുറച്ച് മാറിയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നും വരുന്ന മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോൺ എസ് ആണ് ഇവരെന്ന് എജെ ക്രോണിൻ മനസ്സിലാക്കി. When another day passed without event, I began to feel certain that Mr. S would remain too shy to carry out his obvious desire to approach me. പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാതെ ഒരു ദിവസം കൂടെ കടന്നുപോയപ്പോൾ എനിക്ക് എന്ത് മനസ്സിലാകാൻ വേണ്ടി തുടങ്ങി? എന്നെ വന്ന് കാണാനും എന്നോട് സംസാരിക്കാനും ഒക്കെ അദ്ദേഹത്തിന് വളരെയധികം ഷൈ ആണ്, വളരെയധികം നാണമുണ്ട്. അദ്ദേഹം ഒരിക്കലും എന്നെ അപ്രോച്ച് ചെയ്യില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. However, on our final evening at sea, Mrs. S decided the matter. The firm pressure on his hand and a whispered words in his ear, she urged her husband towards me as I passed along the deck. അങ്ങനെ ഞങ്ങളുടെ ഷിപ്പിലെ അവസാന ദിനമെത്തി. ഫൈനൽ ഈവനിങ് അറ്റ് സീ. മിസ്സിസ് ജോൺ എസ് ഡിസൈഡഡ് ദ മാറ്റർ. മിസ്സിസ് ജോൺ എസ് തീരുമാനിച്ചുറപ്പിച്ചിരുന്നു.
with a firm pressure on his hand and a whispered word in his ear. മിസ്സിസ് ജോണസ് എന്ത് ചെയ്തു? അവരുടെ ഭർത്താവിൻ്റെ കൈ നന്നായിട്ട് മുറുക്കി പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ എന്തോ വിസ്പർ ചെയ്തുകൊണ്ട്, എന്തോ മന്ത്രിച്ചുകൊണ്ട് ഷീ ഏർജ്ഡ് ഹെർ ഹസ്ബൻഡ് ടുവേർഡ്സ് മീ. അവർ മിസ്റ്റർ ജോൺ എസിനെ എൻ്റെ അടുത്തിട്ട് വിളിച്ചുകൊണ്ട് വന്നു. ആസ് ഐ പാസ്ഡ് അലോങ് ദ ഡെക്ക്, ഞാൻ അവരിയ്ക്കുന്ന ഡെക്കിലൂടെ പാസ് ചെയ്തു പോകുമ്പോൾ അവരെൻ്റെ അടുത്തോട്ട് വന്നു. എക്സ്ക്യൂസ് മീ ഡോക്ടർ, ഐ വണ്ടർ ഇഫ് ഐ മൈറ്റ് ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഹി സ്പോക്ക് ഓൾമോസ്റ്റ് ബ്രെത്ത്ലെസ്ലി. Offering me the visiting card he held in his hand and studying my face to see if the name meant anything to me. So, Mr. John S. came towards A.J. Cronin and he said, "Excuse me, doctor." Mr. John S. A.J. Cronin അടുത്തോട്ട് വന്നിട്ട് എന്ത് പറഞ്ഞു? "Excuse me, doctor. I wonder if I might introduce myself." ഡോക്ടർ എന്നോട് ക്ഷമിക്കണം, ഞാൻ എന്നെ സ്വയം ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ എന്ന് ചോദിച്ചു. He spoke almost breathlessly. ഭയങ്കര എക്സൈറ്റഡ് ആയത് കാരണം അദ്ദേഹം പെട്ടെന്ന് ഓൾ ഓഫ് എ സ്ട്രെച്ചിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ശ്വാസം അടക്കി പിടിച്ച് ഭയങ്കര സ്പീഡിൽ സംസാരിക്കുന്നുണ്ട്. ഓഫറിംഗ് മീ ദ വിസിറ്റിംഗ് കാർഡ് ഹി ഹെൽഡ് ഇൻ ഹിസ് ഹാൻഡ്. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വിസിറ്റിംഗ് കാർഡ് ഡോക്ടർ A.J. ക്രോണിൻ്റെ നേരെ നീട്ടി പിടിച്ചിട്ടുണ്ട്. ആൻഡ് ഹി വാസ് സ്റ്റഡിയിങ് ദ ഫേസ് ഓഫ് A.J. ക്രോണിൻ ഇഫ് ദ നെയിം മെന്റ് എനിത്തിങ് ടു ഹിം. അതായത് A.J. ക്രോണിൻ്റെ നേരേക്ക് നീട്ടിപ്പിടിച്ച ആ വിസിറ്റിംഗ് കാർഡ്, അതിനകത്ത് മിസ്റ്റർ ജോൺ എസിൻ്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ A.J. ക്രോണിൻ വായിക്കുന്നുണ്ട്. അത് വായിക്കുന്ന സമയത്ത് A.J. ക്രോണിൻ്റെ മുഖത്ത് എന്തെങ്കിലും ഭാവവ്യത്യാസം ഉണ്ടാവുന്നുണ്ടോ, A.J. ക്രോണിൻ മിസ്റ്റർ ജോൺ എസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് A.J. ക്രോണിൻ്റെ നേരെ മിസ്റ്റർ ജോൺ എസ് ആ വിസിറ്റിംഗ് കാർഡ് നീട്ടിപ്പിടിച്ചിട്ടുള്ളത്. ദെൻ ആസ് ഇറ്റ് പ്ലെയിൻലി ഡിഡ് നോട്ട്, ഹി വെന്റ് ഓൺ വിത്ത് ദ സെയിം ഓക്വേർഡ്നെസ്. പക്ഷേ ആ വിസിറ്റിംഗ് കാർഡ് കണ്ടിട്ടും എൻ്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടാവുന്നില്ല എന്ന് കണ്ടപ്പോൾ മിസ്റ്റർ ജോണസിന് എന്തുണ്ടായി? ഹി ഹാഡ് ദ സെയിം awkwardness. What is awkwardness? Awkwardness means feeling uneasy, embarrassment or inconvenience. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള നിരാശയുണ്ടായി. അതായത് മിസ്റ്റർ ജോൺ എസ് പ്രതീക്ഷിക്കുന്നത് ഈ വിസിറ്റിംഗ് കാർഡ് കാണുമ്പോൾ A.J. ക്രോണിൻ തന്നെ തിരിച്ചറിയുമെന്നായിരുന്നു. പക്ഷേ ആ വിസിറ്റിംഗ് കാർഡ് കണ്ടിട്ടും A.J. ക്രോണിന് മിസ്റ്റർ ജോൺ എസിനെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്ന് അയാൾക്ക് മനസ്സിലായപ്പോൾ അയാളുടെ മുഖത്ത് ഭയങ്കരമായിട്ടുള്ള നിരാശ പടർന്നു. If you could spare a few minutes, my wife and I would like to have a word with you. അതിനുശേഷം അദ്ദേഹം എന്ത് പറഞ്ഞു? കുറച്ച് സമയം ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും അങ്ങയോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞു. A moment later, I was occupying the vacant chair beside them. അവരുടെ അടുത്തുണ്ടായിരുന്ന ഒരു ഒഴിഞ്ഞ കസേരയിൽ ഞാൻ അവരോടൊപ്പം ഇരുന്നു. Haltingly, he told me that this had been their first visit to America. What is haltingly? Haltingly means in a nervous way. അല്പം ഒരു പരിഭ്രമത്തോടു കൂടി അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് തങ്ങളുടെ അമേരിക്കയിലോട്ടുള്ള ആദ്യത്തെ വിസിറ്റ് ആണെന്ന്. സോ നമുക്കറിയാം ഇവർ രണ്ടുപേരും വരുന്നത് ലണ്ടനിൽ നിന്നാണ്. ലണ്ടൻ മീൻസ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിലോട്ടുള്ള ആദ്യ യാത്രയായിരുന്നു മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോൺ എസിൻ്റേത്. ഇറ്റ് വാസ് നോട്ട് എൻറ്റയർലി എ ഹോളിഡേ ട്രിപ്പ്. തങ്ങളുടെ ആ യാത്ര ഒരു ഹോളിഡേ ട്രിപ്പ് ആയിരുന്നില്ല. ഒരു വിനോദത്തിന് വേണ്ടി, ഒരു ടൂറിന് വേണ്ടിയിട്ടല്ല അവർ രണ്ടുപേരും വന്നിരിക്കുന്നത് എന്ന് മിസ്റ്റർ ജോൺ എസ് പറഞ്ഞു. They had been making a tour of the New England states, inspecting many of the summer recreational camps for young people there. So ഇവർ രണ്ടുപേരും എവിടേക്കാണ് പോകുന്നത്? They had been making a tour of the New England states. So what is New England states? New England states means that it is the northeastern region of the United States. അമേരിക്കയിലെ നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽപ്പെട്ട സ്റ്റേറ്റ്സ്. ഫോർ എക്സാമ്പിൾ മെയിൻ, വെർമണ്ട്, ന്യൂ ഹാംഷെയർ, മെസാച്ചുസെറ്റ്സ്, കണക്റ്റിക്കട്ട്, റോഡ് ഐലൻഡ് എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെട്ട സ്ഥലങ്ങളെയാണ് ന്യൂ ഇംഗ്ലണ്ട് സ്റ്റേറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സോ അവിടങ്ങളിലൊക്കെ ഇവർ യാത്ര ചെയ്യുകയുണ്ടായി. എന്തിനു വേണ്ടിയായിരുന്നു അവിടങ്ങളിലുള്ള ഇവരുടെ സന്ദർശനം? They went there for inspecting many of the summer recreational camps for young people there. അവിടങ്ങളിൽ ഉണ്ടായിരുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടി നടത്തിയിട്ടുള്ള സമ്മർ റിക്രിയേഷണൽ ക്യാമ്പുകൾ സന്ദർശിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. Afterward, they had visited settlement houses in New York and other cities to study the methods employed in dealing with cases of backward, maladjusted and delinquent youth. ന്യൂ ഇംഗ്ലണ്ട് സ്റ്റേറ്റ്സിലുള്ള റിക്രിയേഷണൽ ക്യാമ്പ്സ് കൂടാതെ ന്യൂയോർക്കിലും മറ്റ് നഗരങ്ങളിലുമുള്ള സെറ്റിൽമെന്റ് ഹൗസസ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോണസ് വിസിറ്റ് ചെയ്യുകയുണ്ടായി. വാട്ട് ഈസ് എ സെറ്റിൽമെന്റ് ഹൗസ്? A settlement house means an institution in an inner city area, typically sponsored by a church or college, providing educational, recreational and other
social services to the community. So എന്തിനു വേണ്ടിയായിരുന്നു ഇവർ ഈ സെറ്റിൽമെന്റ് ഹൗസസ് വിസിറ്റ് ചെയ്തത്? ടു സ്റ്റഡി ദ മെത്തേഡ്സ് എംപ്ലോയ്ഡ് ദർ ഇൻ ഡീലിംഗ് വിത്ത് കേസസ് ഓഫ് ബാക്ക്വേർഡ്, മാൽ-അഡ്ജസ്റ്റഡ് ആൻഡ് ഡെലിൻക്വന്റ് യൂത്ത്. വാട്ട് ഇസ് മീനിങ് ഓഫ് ബാക്ക്വേർഡ്? പിന്നോക്കം നിൽക്കുന്ന മാനസികമായിട്ടുള്ള പിന്നോക്കാവസ്ഥയാവാം. Then mal-adjusted. What is the meaning of mal-adjusted? Mal-adjusted means failing to cope with the demands of a normal social environment. എന്ന് വെച്ചാൽ മാനസികമായിട്ടുള്ളൊരു വൈകല്യമാണത്. And delinquent youth. What is the meaning of delinquent? Delinquent means tending to commit crime, particularly minor crime. കുറ്റവാസന, അക്രമവാസന എന്നൊക്കെ പറയും. ചെറിയ രീതിയിലുള്ള അക്രമവാസനയുള്ള. അപ്പോൾ ഇത്തരത്തിലുള്ള മാനസികമായിട്ടുള്ള പിന്നോക്കാവസ്ഥയുള്ള, മനോവൈകല്യമുള്ള, അതുപോലെ കുറ്റവാസനയും അക്രമവാസനയൊക്കെയുള്ള യൂത്ത്, ചെറുപ്പക്കാരെ, അവരെയൊക്കെ ചികിത്സിക്കുന്നത് ഏത് രീതിയിലാണ് എന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോണസ് ഈ സ്ഥലങ്ങൾ ന്യൂ ഇംഗ്ലണ്ട് സ്റ്റേറ്റ്സിലും ന്യൂയോർക്കിലും അതുപോലെയുള്ള മറ്റ് നഗരങ്ങളിലുണ്ടായിരുന്ന സെറ്റിൽമെന്റ് ഹൗസസും റിക്രിയേഷണൽ ക്യാമ്പുകളൊക്കെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. There was in his voice and manner, indeed in his whole personality, a genuine enthusiasm that was disarming. I found myself liking him instinctively. Questioning him further, I learned that he and his wife had been active for the past 15 years in the field of youth welfare. So A.J. Cronin says that there was in his voice and manner, indeed in his whole personality, a genuine enthusiasm that was disarming. അദ്ദേഹത്തിന്റെ ശബ്ദത്തിലും പെരുമാറ്റത്തിലും ഹോൾ പേഴ്സണാലിറ്റി, വ്യക്തിത്വത്തിലും എല്ലാം എന്ത് കാണാൻ വേണ്ടി സാധിച്ചു? എ ജെന്യുവിൻ enthusiasm that was disarming. Enthusiasm means intense and eager enjoyment or interest എന്ന് വെച്ചാൽ ആവേശം. ജെന്യുവിൻ enthusiasm means റിയൽ ആയിട്ടുള്ള, വളരെ സത്യസന്ധമായിട്ടുള്ള ആവേശം ഉണ്ടായിരുന്നു. That was disarming. What is the meaning of disarming? Charming or likable എന്ന് വെച്ചാൽ വളരെയധികം ഇഷ്ടം തോന്നുന്ന, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പെരുമാറ്റവും ബിഹേവിയറും, വളരെ ജെന്യുവൻ ആയിട്ടുള്ള, വളരെ റിയൽ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഹി വാസ് നോട്ട് എ ഫേക്ക് എന്ന് എ.ജെ. ക്രോണിന് മിസ്റ്റർ ജോണസിനെ കുറിച്ച് തോന്നാൻ വേണ്ടി തുടങ്ങി. ഐ ഫൗണ്ട് മൈസെൽഫ് ലൈക്കിംഗ് ഹിം ഇൻസ്റ്റിങ്ക്റ്റീവ്ലി. അദ്ദേഹത്തിന്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ കണ്ടപ്പോൾ തന്നെ എ.ജെ. ക്രോണിന് എന്ത് തോന്നി? ഹി സേസ് ഐ ഫൗണ്ട് ലൈക്കിംഗ് ഹിം ഇൻസ്റ്റിങ്ക്റ്റീവ്ലി. വാട്ട് ഇസ് ദി മീനിങ് ഓഫ് ഇൻസ്റ്റിങ്ക്റ്റീവ്ലി? വിത്തൗട്ട് കോൺഷ്യസ് തോട്ട് ഓർ സ്പോണ്ടേനിയസ്ലി എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ വളരെ സഹജമായി എനിക്ക് അദ്ദേഹത്തോട് എന്ത് തോന്നി തുടങ്ങി? ഐ ഫൗണ്ട് മൈസെൽഫ് ലൈക്കിംഗ് ഹിം. എനിക്ക് അദ്ദേഹത്തോട് ഇഷ്ടം തോന്നി തുടങ്ങി. അദ്ദേഹത്തിന്റെ സംസാരത്തിലും അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലൊക്കെ ഒരു വളരെയധികം സത്യസന്ധതയും വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹം എന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി. എനിക്ക് അദ്ദേഹത്തോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങി. നമുക്കറിയാം, സ്റ്റോറിയുടെ ബിഗിനിങ്ങിൽ എ.ജെ. ക്രോണിൻ എന്തിനു വേണ്ടിയാണ് ആഗ്രഹിച്ചത്? ഹി വാണ്ടഡ് ടു അവോയ്ഡ് ദ ടെഡിയം ഓഫ് ഷിപ്പ് ബോർഡ് കോൺടാക്ട്സ്. കപ്പലിലെ സഹയാത്രികരുമായിട്ട് സംസാരിക്കാനും അവരുമായിട്ട് ഇടപഴകാനൊന്നും ഡോക്ടർ എ.ജെ. ക്രോണിൻ സ്റ്റോറിയുടെ ആദ്യം ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ മിസ്റ്റർ ജോൺ എസുമായി സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തോട് വല്ലാത്തൊരു ഇഷ്ടവും താല്പര്യമൊക്കെ ഡോക്ടർ എ.ജെ. ക്രോണിന് തോന്നി തുടങ്ങിയിരിക്കുന്നു. Questioning him further, I learned that he and his wife had been active for the past 15 years in the field of youth welfare. അദ്ദേഹവുമായി കൂടുതൽ സംസാരിച്ച ശേഷം I could understand that he and his wife, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും, had been active for the past 15 years. കഴിഞ്ഞ 15 വർഷമായിട്ട് they were active in the field of youth welfare. യുവാക്കളുടെ ക്ഷേമത്തിന് വേണ്ടി കഴിഞ്ഞ 15 വർഷമായി മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോൺ എസ് രണ്ടുപേരും ഒരേപോലെ പ്രവർത്തിക്കുന്ന രണ്ടാളുകളാണെന്ന് ഡോക്ടർ എ.ജെ. ക്രോണിന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. ഹി വാസ് ബൈ പ്രൊഫഷൻ എ സോളിസിറ്റർ, ബട്ട് ഇൻ അഡീഷൻ ടു ഹിസ് പ്രാക്ടീസ് അറ്റ് ദ കോർട്സ് found time to act as director of a charitable organization devoted to the care of boys and girls, mostly from city slums, who had fallen under the ban of the law. So Mr. John S. was a solicitor. What is the meaning of solicitor? Solicitor means a member of the legal profession. ഒരു അഭിഭാഷകനായിട്ടാണ് മിസ്റ്റർ ജോണസ് ജോലി ചെയ്യുന്നത്. ബട്ട് ഇൻ അഡീഷൻ ടു ഹിസ് പ്രാക്ടീസ് അറ്റ് ദ കോർട്സ്, പക്ഷേ കോടതിയിൽ അഭിഭാഷകനായി ജോലി നോക്കുന്നത് കൂടാതെ ഹി ഫൗണ്ട് ടൈം ടു ആക്ട് ആസ് ഡയറക്ടർ ഓഫ് എ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. അദ്ദേഹം എന്തുകൂടിയായി പ്രവർത്തിക്കുന്നുണ്ട്? ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ ഡയറക്ടർ, ഒരു സന്നദ്ധ സംഘടനയുടെ ഡയറക്ടർ കൂടിയായി അദ്ദേഹം പ്രവർത്തിക്കാൻ വേണ്ടി സമയം കണ്ടെത്തി. ഡിവോട്ടഡ് ടു ദ കെയർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. എന്ത് തരത്തിലുള്ള ഒരു സംഘടനയായിരുന്നു അത്?
That was an organization which was devoted to the care of boys and girls, mostly from city slums. സിറ്റിയിലെ ചേരികളിൽ നിന്നുള്ള പെൺകുട്ടികളെയും ആൺകുട്ടികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു സംഘടനയായിരുന്നത്. Who had fallen under the ban of law. What is the meaning of fallen under the ban of law? ഇവിടെ fallen under the ban of law means ഏതെങ്കിലും രീതിയിലുള്ള കേസുകളിൽ പെട്ടിട്ട് നിയമപരമായി പ്രശ്നങ്ങൾ നേരിടുന്ന, പ്രയാസങ്ങൾ നേരിടുന്ന കുട്ടികൾ, അത്തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു സംഘടനയുടെ ഡയറക്ടറാണ് മിസ്റ്റർ ജോൺ എസ്. As he spoke with real feeling, I got a vivid picture of the work these two people were doing. So A.J. Cronin says, as he spoke with real feeling, Mr. John S. വളരെ ആത്മാർത്ഥമായി പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ I got a vivid picture. What is the meaning of vivid? Vivid means clear images in the mind. എന്ന് വെച്ചാൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോൺ എസ് ചെയ്യുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള വളരെ വ്യക്തമായിട്ടുള്ള ചിത്രം എനിക്ക് ലഭിച്ചു എന്ന് A.J. Cronin പറയുന്നു. I learned how they took derelict adolescents from the juvenile courts and placing them in a healthy environment, healed them in mind and body and sent them back into the world. Cronin says, I learned how they took derelict adolescents. ഞാൻ മനസ്സിലാക്കി അവരെങ്ങനെയാണ് derelict adolescents. What is the meaning of derelict? Derelict means in a very poor condition as a result of disuse and neglect. എന്ന് വെച്ചാൽ ഉപേക്ഷിക്കപ്പെട്ട, അച്ഛനും അമ്മയും നോക്കാതെ തെരുവിലോട്ട് വലിച്ചെറിയപ്പെട്ട adolescents, കൗമാരപ്രായക്കാർ. And Mr. and Mrs. Jonas took them from the juvenile courts. What is the meaning of juvenile court? Juvenile court എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന കുട്ടികളെ ശിക്ഷിക്കുന്ന കോടതിയാണ്. സോ അത്തരത്തിൽ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ശിക്ഷിക്കുന്ന കോടതിയിൽ നിന്നും മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോണസ് ദേ ടുക്ക് ഡെർലിക് അഡോളസൻസ്, ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട, എന്തെങ്കിലും പ്രശ്നങ്ങളിൽ കുടുങ്ങിയ, കേസിൽ കുടുങ്ങിയ കുട്ടികളെ എന്ത് ചെയ്യും? മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോണസ് അവരെ ആ കോടതിയിൽ നിന്നും ഏറ്റെടുക്കും. പ്ലേസിംഗ് ദം ഇൻ എ ഹെൽത്തി എൻവയോൺമെന്റ്. അവിടെ നിന്ന് ഏറ്റെടുക്കുന്ന കുട്ടികളെ ഇവർ എന്ത് ചെയ്യും? മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോണസ് ദേ പ്ലേസ്ഡ് ദ ചിൽഡ്രൻ, ദ അഡോളസൻസ് ഇൻ എ ഹെൽത്തി എൻവയോൺമെന്റ്. വളരെ ആരോഗ്യപരമായിട്ടുള്ളൊരു ചുറ്റുപാടിൽ, ഒരവസ്ഥയിൽ ഈ കുട്ടികളെ അവർ എത്തിക്കുന്നു. ഹീൽ ദം ഇൻ മൈൻഡ് ആൻഡ് ബോഡി ആൻഡ് സെൻഡ് ദം ബാക്ക് ഇൻ ടു ദ വേൾഡ്. അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ആശ്വാസം ഏകിക്കൊണ്ട് അവരെ തിരിച്ച് ലോകത്തിലോട്ട് തന്നെ പറഞ്ഞയക്കുന്നു. They were given training in a useful handicraft which made them fit to take their place as worthy members of the community. ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തെല്ലാം നൽകിയിരുന്നു? They were given training in a useful handicraft. കുഞ്ഞുങ്ങൾക്ക് കരകൗശല നിർമ്മാണത്തിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരുന്നു. വിച്ച് മെയ്ഡ് ദം ഫിറ്റ് ടു ടേക്ക് ദർ പ്ലേസ്. അവർക്ക് ഇത്തരത്തിലൊരു സ്വയം തൊഴിൽ പഠിക്കുന്നതോടുകൂടി എന്താവാൻ വേണ്ടി സാധിക്കും? ദേ ക്യാൻ പ്ലേസ് ദംസെൽഫ് ആസ് വേർതി മെമ്പേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി. അവർക്ക് സ്വയം സമൂഹത്തിലെ വിലയുള്ള, സ്വയം പര്യാപ്തതയുള്ള പൗരന്മാരായി മാറാൻ വേണ്ടി സാധിക്കുന്നു. ഇറ്റ് വാസ് എ വർക്ക് ഓഫ് റിഡംഷൻ ദാറ്റ് സ്റ്റിർഡ് ദ ഹാർട്ട് ആൻഡ് ഐ ആസ്ക്ഡ് വാട്ട് ഹാഡ് ഡിറക്റ്റഡ് ഹിസ് ലൈഫ് ഇൻ ടു ദിസ് ചാനൽ. Cronin says that was a great work of redemption. What is the meaning of redemption? Redemption means the action of saving or being saved from sin, error or evil. എന്ന് വെച്ചാൽ ഒരു തെറ്റിൽ നിന്നും മോചിപ്പിക്കപ്പെടുക. അത്തരത്തിലുള്ളൊരു പ്രവൃത്തിയായിരുന്നു മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോൺ എസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് സ്റ്റിർഡ് ദ ഹാർട്ട്. വളരെയധികം ഹൃദയസ്പർശിയായിട്ടുള്ള, ആരുടെ മനസ്സിനെയും സ്വാധീനിക്കുന്ന രീതിയിൽ, അലിയിക്കുന്ന രീതിയിലുള്ളൊരു വളരെ വലിയൊരു സാന്ത്വനം നൽകുന്നൊരു സൽപ്രവൃത്തിയായിരുന്നു ഈ രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 15 വർഷമായിട്ട്. സോ A.J. Cronin asked him what had directed his life into this channel. താങ്കളുടെ ജീവിതം ഇത്തരത്തിൽ ഒരു പാതയിലോട്ട് മാറാനുണ്ടായ സാഹചര്യം എന്താണ്? എന്താണ് താങ്കളെ ഇത്തരത്തിലൊരു ജീവിതത്തിലോട്ട് എത്തിച്ചത് എന്നുള്ള ചോദ്യം A.J. Croninന് ചോദിക്കാതിരിക്കാൻ സാധിച്ചില്ല. കാരണം നമുക്കറിയാം, നല്ലൊരു ജോലിയുള്ള, ഒരു സോളിസിറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മിസ്റ്റർ ജോൺ എസ്. അതുകൂടാതെ അദ്ദേഹം ഇത്തരത്തിലൊരു സന്നദ്ധ സംഘടന നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ, അത്രയധികം വലിയൊരു കാരുണ്യ പ്രവൃത്തി ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കണം എന്ന് ഡോക്ടർ A.J. Cronin തോന്നുകയാണ്. സോ അദ്ദേഹം ചോദിക്കുന്നു, വാട്ട് ഹാഡ് ഡിറക്റ്റഡ് യുവർ ലൈഫ് ഇൻ ടു ദിസ് ചാനൽ? The question had a strange effect upon him. He took a sharp breath and exclaimed, "You still do not remember me?" I shook my head. To the best of my belief, I had never in my life seen him before.
So AJ Cronin says that the question had a strange effect upon him. AJ Croninന്റെ ആ ചോദ്യം താങ്കളുടെ ജീവിതത്തെ ഈ ഒരു പാതയിലോട്ട് വരാനുണ്ടായ കാരണം എന്താണ്, എന്തുകൊണ്ട് താങ്കൾ ഇത്തരത്തിലൊരു സത്പ്രവൃത്തി നടത്തുന്നു എന്നുള്ള ചോദ്യം വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള, വളരെ വിചിത്രമായിട്ടുള്ളൊരു ഭാവവ്യത്യാസം മിസ്റ്റർ ജോൺ എസിൽ ഉളവാക്കി. He took a sharp breath and exclaimed, "You still do not remember me." മിസ്റ്റർ ജോൺ എസ് എന്ത് ചെയ്തു? He took a sharp breath. അദ്ദേഹം ഒരു ദീർഘനിശ്വാസം എടുത്തു. And exclaimed, എന്നിട്ട് അത്ഭുതത്തോടു കൂടി ചോദിച്ചു, "You still do not remember me." ഇത്രയൊക്കെ സംസാരിച്ചിട്ടും എന്നെ താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. I shook my head. ഡോക്ടർ AJ Cronin അദ്ദേഹത്തിന്റെ തല കുലുക്കി. To the best of my belief, I had never in my entire life seen him before. കാരണം ജീവിതത്തിൽ ഇന്ന് വരെ ഇദ്ദേഹത്തെ എവിടെ വെച്ചിട്ടും കണ്ടുമുട്ടിയതായിട്ട് AJ Cronin ഒരിക്കലും ഓർത്തെടുക്കാനേ സാധിക്കുന്നില്ല. I have wanted to get in touch with you for many years, he went on, under increasing stress. But I was never able to bring myself to do so. അതിനുശേഷം മിസ്റ്റർ ജോൺ എസ് പറയുകയാണ്, I have wanted to get in touch with you for many years. വർഷങ്ങളായി ഞാൻ താങ്കളെ ഒന്ന് കണ്ടെത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു. He went on. അദ്ദേഹം തുടർന്നു. Under increasing stress. But I was never able to bring myself to do so. പക്ഷെ എനിക്കൊരിക്കലും താങ്കളെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചതേയില്ല. ഇത് പറയുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ സ്ട്രെസ്, അദ്ദേഹത്തിന്റെ ടെൻഷൻസ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. Then bending near, he spoke a few words tensely in my ear. പിന്നീട് എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ ചെവിയിലോട്ട് കുനിഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? എൻ്റെ ചെവിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. At that, slowly the veils parted. അത് കേട്ടപ്പോൾ എൻ്റെ മറവിയുടെ മൂടുപടം മാറി. My thoughts sped back a quarter of a century, and with a start, I remembered the sole occasion when I had seen this man before. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടോടുകൂടി എൻ്റെ ഓർമ്മകൾ 25 വർഷം പുറകിലോട്ട് പോയി. A quarter of a century means 25 years. And I remembered the sole occasion when I had seen this man before. അദ്ദേഹത്തെ കണ്ടുമുട്ടിയ ഒരേ ഒരു ഒക്കേഷൻ, ഒരേ ഒരു അവസരം ഞാൻ അദ്ദേഹത്തെ ജീവിതത്തിൽ ഒരിക്കൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. അത് അദ്ദേഹം എൻ്റെ ചെവിയിൽ മന്ത്രിച്ച കാര്യങ്ങൾ കേട്ടപ്പോഴാണ്. അദ്ദേഹത്തെ കണ്ടുമുട്ടിയ ആ ഒരേ ഒരു അവസരം എപ്പോഴായിരുന്നു എന്ന് എൻ്റെ മനസ്സിലോട്ട് പതിയെ വരാൻ വേണ്ടി തുടങ്ങി. സോ AJ Cronin വിചാരിച്ചിരുന്നത് പോലെ ആയിരുന്നില്ല മിസ്റ്റർ ജോൺ എസിന് AJ Croninനെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം AJ Croninന്റെ ഷിപ്പിൽ നിന്നും നോക്കിക്കൊണ്ടേയിരുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാനോ കാര്യങ്ങൾ പറയാനോ ഒന്നും ഉള്ളൊരു ധൈര്യം മിസ്റ്റർ ജോൺ എസിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ തിരിച്ചറിയുന്നത്. I was a young doctor at the time and had just set up a practice in a working class district of London. So AJ Cronin speaks. I was a young doctor at that time. ആ സമയത്ത് ഞാനൊരു നന്നായി ചെറുപ്പക്കാരനായിട്ടുള്ളൊരു ഡോക്ടറായിരുന്നു. 25 years back, 25 വർഷം മുമ്പുള്ള കഥയാണ് AJ Cronin ഓർക്കുന്നത്. And had just set up a medical practice in a working class district of London. ആ സമയത്ത് ലണ്ടനിലെ വർക്കിംഗ് ക്ലാസ് ഡിസ്ട്രിക്റ്റിൽ ഞാൻ എൻ്റെ മെഡിക്കൽ പ്രാക്ടീസ് ആരംഭിച്ചിരുന്നു. On a foggy November night, towards 1 o'clock, I was awakened by a loud banging on the door. നവംബർ മാസത്തിലെ നല്ല മഞ്ഞുള്ളൊരു രാത്രിയിൽ, towards 1 o'clock, ഏകദേശം രാത്രി 1 മണിയായി കാണും. I was awakened by a loud banging on the door. I was awakened, ഞാൻ എഴുന്നേറ്റു, by a loud banging on the door. എൻ്റെ ഡോറിൻ്റെ മുകളിൽ വന്നിട്ടുള്ള ലൗഡ് ബാങ്ങിങ്, ശക്തമായിട്ടുള്ള അടിക്കുന്ന ശബ്ദം കേട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ എഴുന്നേറ്റു. Hurriedly I threw on some clothes and went downstairs. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ വസ്ത്രങ്ങൾ ധരിച്ച് താഴോട്ട് ഓടിച്ചെന്നു. It was a sergeant of police in dripping helmet and cape, mistily outlined on the doorstep. അർദ്ധരാത്രിയിൽ എൻ്റെ വാതിലിന് മുകളിൽ വന്ന് തട്ടിയത് a sergeant of police, ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. In dripping helmet and cape. Dripping means wet. വെറ്റ് ഹെൽമെറ്റ്, നനഞ്ഞ ഹെൽമെറ്റ്. അതായത് നവംബർ മാസമാണ്, യൂറോപ്പിലാണ് സംഭവം നടക്കുന്നത് അല്ലേ? നല്ല തണുപ്പും മഞ്ഞും ഇനി വീഴ്ചയുള്ള സ്ഥലമാണ്. സോ അദ്ദേഹത്തിന്റെ ഹെൽമെറ്റ് മഞ്ഞ് വീണ് നനഞ്ഞിട്ടുണ്ട്. ആൻഡ് കേപ്പ് മീൻസ് എ സ്ലീവ്ലെസ് കോട്ട്, ടിപ്പിക്കലി എ ഷോർട്ട് വൺ. പോലീസ് ഓഫീസേഴ്സ് ധരിക്കുന്ന ഒരു തരം കോട്ട് അത് അദ്ദേഹം ധരിച്ചിട്ടുണ്ടായിരുന്നു. മിസ്ലി ഔട്ട്ലൈൻഡ് ഓൺ ദ ഡോർ സ്റ്റെപ്പ്. ആ പുകമഞ്ഞിനിടയിലും അദ്ദേഹത്തിന്റെ രൂപം എന്റെ വാതിൽപ്പടിയിൽ കാണാൻ വേണ്ടി സാധിച്ചു. A suicide case, he told me abruptly, in the lodgings around the corner. I had better come at once. What is the meaning of abruptly? Abruptly means suddenly and unexpectedly.
വളരെ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ വളരെ അപ്രതീക്ഷിതമായി അദ്ദേഹം എന്നോട് പറഞ്ഞു എ സൂയിസൈഡ് കേസ്, ആരോ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചിരിക്കുന്നു. ദ ലോഡ്ജിങ്സ് അറൌണ്ട് ദ കോർണർ ഐ ഹാഡ് ബെറ്റർ കം അറ്റ് വൺസ്. അദ്ദേഹം താമസിക്കുന്നതിന് തൊട്ടടുത്തായിട്ടുള്ളൊരു ബിൽഡിങ്ങിൽ ഒരാൾ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്, അവിടേക്ക് എനിക്ക് എത്രയും പെട്ടെന്ന് പോയേ പറ്റൂ എന്നെനിക്ക് മനസ്സിലായി. വി വാക്ക്ഡ് ദ ഷോർട്ട് ഡിസ്റ്റൻസ് ഇൻ സൈലൻസ്, ഈവൻ അവർ ഫുഡ് സ്റ്റെപ്സ് മഫിൾഡ് ബൈ ദ ഫോഗ് ആൻഡ് ടേൺഡ് ഇൻ ടു ദി നാരോ എൻട്രൻസ് ഓഫ് എൻ ഓൾഡ് ബിൽഡിംഗ്. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം സംസാരിക്കാതെ മുന്നോട്ട് നടന്നു നീങ്ങി. ഈവൻ അവർ ഫുഡ് സ്റ്റെപ്സ് മഫിൾഡ് ബൈ ദ ഫോഗ്. What is the meaning of muffled? Muffled means not loud because of being obstructed in some way. വളരെ നിശബ്ദമായി ഞങ്ങൾ നടക്കുന്നത് കാരണം ഞങ്ങളുടെ ഫുഡ് സ്റ്റെപ്സ്, ഞങ്ങളുടെ ഓരോ കാലടിയും ആ മഞ്ഞിൽ വിൽക്കുമ്പോൾ നേരിയ ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് വി ടേൺ ഇൻ ടു ദ നാരോ എൻട്രൻസ് ഓഫ് എൻ ഓൾഡ് ബിൽഡിംഗ്. ഒരു പഴയ കെട്ടിടത്തിന്റെ ഇടുങ്ങിയ വാതിലിലേക്ക് ഞങ്ങൾ രണ്ടുപേരും പ്രവേശിച്ചു. ആസ് വി മൗണ്ടഡ് മീൻസ് കയറുക. The creaking staircase, my nostrils were stung by the thick, sweet odor of illuminating gas. ഞങ്ങൾ ആ ബിൽഡിങ്ങിലെ സ്റ്റെപ്പുകളിലൂടെ മുകളിലോട്ട് കയറിയപ്പോൾ തീ പിടിപ്പിക്കുന്ന ഏതോ വാതകത്തിന്റെ രൂക്ഷഗന്ധം എന്റെ മൂക്കിലോട്ട് തുളച്ചു കയറി. On the upper story, the agitated landlady showed us a bare little attic where stretched on a narrow bed lay the body of a young man. On the upper story means മുകളിലെത്തുന്നില്ല. STOREY. The agitated landlady showed us to a bare little attic. What is the meaning of agitated? Agitated means feeling or appearing troubled or nervous. എന്ന് വെച്ചാൽ പ്രക്ഷുബ്ധയായ, ടെൻസ്ഡ് ആയ. ലാൻഡ് മീൻസ് ആ വീട്ടുടമസ്ഥ. അതൊരു വാടക ബിൽഡിംഗ് ആയിരുന്നു. ആ വീടിന്റെ ഉടമസ്ഥ അവിടെ ഉണ്ടായിരുന്നു. She was very much tense and she showed us to a bare little attic. What is the meaning of attic? Attic means a space or room inside or partly inside the roof of a building. എന്ന് വെച്ചാൽ മച്ചൻപുറം അല്ലെങ്കിൽ തട്ടൻപുറം എന്നൊക്കെ പറയും. അങ്ങനെ ഒരു സ്ഥലത്തോട്ട് ആ ലാൻഡ് ലേഡി ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. എന്നെയും എന്റെ കൂടെ വന്ന ആ സർജന്റിനെയും കൂട്ടിക്കൊണ്ടുപോയി. Where stretched on a narrow bed lay the body of a young man. സോ അവർ കൂട്ടിക്കൊണ്ടുപോയി ആ തട്ടൻപുറത്തിൽ ഒരു നാരോ ബെഡ്, ചെറിയൊരു കട്ടിലുണ്ടായിരുന്നു. ആ കട്ടിലിൽ ഒരാളുടെ ബോഡി, ഒരു ചെറുപ്പക്കാരന്റെ ബോഡി കിടക്കുന്നുണ്ട്. Although apparently lifeless, there remained the barest chance that the youth was not quite beyond recall. Although apparently lifeless, അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ജീവനില്ല എന്നാണ് തോന്നുക. But there remained the barest chance that the youth was not quite beyond recall. പക്ഷെ അദ്ദേഹത്തെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാനുള്ള ചെറിയൊരു സാധ്യത അവശേഷിക്കുന്നുണ്ടായിരുന്നു. With the surgeon's help, I began the work of resuscitation. സോ ആ സർജന്റെ സഹായത്തോടു കൂടി ഞാൻ എന്താരംഭിച്ചു? മൈ വർക്ക് ഓഫ് റിസസിറ്റേഷൻ. റിസസിറ്റേഷൻ മീൻസ് ദ ആക്ഷൻ ഓർ പ്രോസസ് ഓഫ് റിവൈവിംഗ് സമ്മൺ ഫ്രം അൺകോൺഷ്യസ്നെസ് ഓർ അപ്പാരന്റ് ഡെത്ത്. എന്ന് വെച്ചാൽ അബോധാവസ്ഥയിലിരിക്കുന്ന ഒരാളിനെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ മരണത്തിന്റെ വക്കിൽ നിൽക്കുന്ന ഒരാളിനെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രവൃത്തിയാണ് റിസസിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ CPR എന്നെല്ലാം കേട്ടിട്ടുണ്ട് അല്ലേ? CPR മീൻസ് കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ. അത് ഒരു പേഷ്യന്റിന്റെ ചെസ്റ്റിൽ നന്നായിട്ട് പ്രസ് ചെയ്തുകൊണ്ട് അവരുടെ ഹാർട്ട് ബീറ്റ് നിലനിർത്താനും അവരുടെ ലങ്സിന്റെ പ്രവർത്തനം നിലനിർത്താനൊക്കെ വേണ്ടിയിട്ടാണ് CPR കൊടുക്കാറ്. സോ ഡോക്ടർ AJ ക്രോണിൻ ബെഡിൽ കിടക്കുന്ന ആളിനെ, മരണത്തോട് മല്ലിടുന്ന വ്യക്തിക്ക് റെസിസ്റ്റേഷൻ കൊടുക്കാൻ വേണ്ടി തുടങ്ങി. ഫോർ an entire hour we labored without success. ഒരു മണിക്കൂറോളം ഞങ്ങൾ രണ്ടുപേരും, ഞാനും എന്റെ കൂടെ ഉണ്ടായിരുന്ന സർജന്റും ഇദ്ദേഹത്തിന് CPR കൊടുത്തെങ്കിലും യാതൊരുവിധ ഫലവും ഉണ്ടായില്ല. Despite our most strenuous exertions, it appeared useless. What is the meaning of strenuous? Strenuous means requiring or using great effort or exertion. എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും വളരെയധികം കഷ്ടപ്പെട്ടിട്ടും നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടും അതിന് യാതൊരുവിധ ഫലവും ഉണ്ടായില്ല. Then as we were about to give up, completely exhausted, there broke from the patient a shallow convulsive gasp. So AJ Cronin പറയുന്നു, as we were about to give up means to abandon, to stop doing. ഞങ്ങളുടെ എഫേർട്ട് നിർത്താൻ വേണ്ടി നോക്കുകയായിരുന്നു. Completely exhausted because both of us were very much tired. There broke from the patient shallow convulsive gasp. ഒരു മണിക്കൂർ നേരത്തെ ഞങ്ങളുടെ ഹാർഡ് വർക്കിന് ഫലമില്ലാതായപ്പോൾ both of us decided to give up. ഞങ്ങൾ രണ്ടുപേരും ഈ ശ്രമം നിർത്താം എന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. But at that moment there broke from the patient a shallow convulsive gasp. അങ്ങനെ ഞങ്ങൾ നിർത്താൻ വേണ്ടി നോക്കുന്ന സമയത്ത് കൺവൾസീവ് മീൻസ് ജർക്കി ആൻഡ് അൺകൺട്രോളബിൾ. ഗ്യാസ്പ് മീൻസ് ക്യാച്ച് വൺസ് ബ്രെത്ത് വിത്ത് ആൻ ഓപ്പൺ മൗത്ത്. എന്ന് വെച്ചാൽ ശ്വാസം എടുക്കുന്നതിന്റെ ചെറിയൊരു ശബ്ദം.
പെട്ടെന്ന് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായി. വളരെ നേർത്ത രീതിയിൽ വായ തുറന്നുകൊണ്ട് അദ്ദേഹം ഉള്ളിലോട്ട് ശ്വാസമെടുത്തു. ഹാഫ് ആൻ അവർ ഓഫ് റീഡബിൾഡ് എഫേർട്സ് ആൻഡ് വി ഹാഡ് ദ യൂത്ത് സിറ്റിംഗ് അപ്പ് ഗേസിംഗ് അറ്റ് അസ് ഡേസ്ഡ്ലി. അരമണിക്കൂർ നേരത്തെ പരിശ്രമത്തിനു ശേഷം വി ഹാഡ് ദ യൂത്ത് സിറ്റിംഗ് അപ്പ്. ആ ചെറുപ്പക്കാരൻ എഴുന്നേറ്റിരുന്നു. ഗേസിംഗ് അറ്റ് അസ് ഡേസ്ഡ്ലി. അദ്ദേഹം ഞങ്ങളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. എങ്ങനെ? ഡേസ്ഡ്ലി. ഡേസ്ഡ്ലി മീൻസ് അൺഏബിൾ ടു തിങ്ക് ഓർ റിയാക്ട് പ്രോപ്പർലി. കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് അദ്ദേഹം ഞങ്ങളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. സ്ലോലി ഹി സീംഡ് ടു ബി റിയലൈസിംഗ് ദ ഹൊറർ ഓഫ് ഹിസ് സിറ്റുവേഷൻ. തന്റെ സാഹചര്യത്തിന്റെ ഭീകരത അയാൾക്ക് സാവധാനം ബോധ്യമായി. ആസ് ഹി റീഗെയിൻഡ് ഹിസ് സ്ട്രെങ്ത് he told us his story. His parents were dead. An uncle had found him a position as clerk in a London solicitor's office. തന്റെ ശക്തി വീണ്ടെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ കഥ ഞങ്ങളോട് പറയാൻ വേണ്ടി തുടങ്ങി. His parents were dead. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടിരുന്നു. An uncle had found him a position as clerk in a London solicitor's office. അദ്ദേഹത്തിന്റെ അമ്മാവൻ അദ്ദേഹത്തിന് ലണ്ടനിലെ സോളിസിറ്ററിന്റെ ഓഫീസിൽ ഒരു ക്ലർക്കിന്റെ ജോലി തരപ്പെടുത്തി കൊടുത്തിരുന്നു. He had been in the city only 6 months. Utterly friendless, he had fallen victim to the loose society of the streets, had made bad companions, and like a young fool, eager to taste pleasure far beyond his means, had begun to bet on horses. So കഴിഞ്ഞ 6 മാസമായിട്ട് അദ്ദേഹം ലണ്ടൻ സിറ്റിയിൽ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. Utterly friendless. അദ്ദേഹത്തിന് സുഹൃത്തുക്കളൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. He had fallen victim to the loose society of the streets, had made bad companions. നല്ല സുഹൃത്തുക്കൾ ഇല്ലാതിരുന്നത് കാരണം അദ്ദേഹം സമൂഹത്തിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾക്കിടയിൽ പോയി ചങ്ങാത്തത്തിലാവുന്നു. And like a young fool, eager to taste pleasure far beyond his means. ഒരു വിഡ്ഢിയെ പോലെ തന്റെ കഴിവിനപ്പുറത്തുള്ള സുഖങ്ങൾ അദ്ദേഹം ആസ്വദിക്കാൻ വേണ്ടി തുടങ്ങി. He had begun to bet on horses. അതിനുവേണ്ടി അദ്ദേഹം കുതിരപ്പന്തയത്തിൽ ഏർപ്പെട്ടു. Soon he had lost all his small savings, had pledged his belongings and owed the bookmaker a disastrous amount. താമസിയാതെ അദ്ദേഹത്തിന്റെ സമ്പാദ്യമെല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. And he had pledged his belongings and owed the bookmaker a disastrous amount. തനിക്കുണ്ടായിരുന്നതെല്ലാം പണയപ്പെടുത്തി നല്ലൊരു തുക അദ്ദേഹം ഒരു വാതുവെപ്പുകാരിൽ നിന്നും കടം വാങ്ങിക്കുന്നു. In an effort to recoup, he had taken a sum of money from the office safe for a final gamble. In an effort to recoup. What is the meaning of recoup? Recoup means regain something lost or expended. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരു അവസാന പന്തയം നടത്താൻ അദ്ദേഹം തീരുമാനിക്കുന്നു. ആ അവസാന പന്തയം വെക്കാൻ അദ്ദേഹം തന്റെ ഓഫീസ് ഡ്രോയറിൽ നിന്നും ക്യാഷ് എടുക്കുന്നു. That he was assured was certain to win. ഈ പ്രാവശ്യം പന്തയത്തിൽ ജയിക്കുമെന്ന് അദ്ദേഹത്തിന് അത്രയും ഉറപ്പുണ്ടായിരുന്നു. സോ അദ്ദേഹം തന്റെ എല്ലാ റിസ്കും എടുത്തുകൊണ്ട് വാതുവെപ്പുകാരിൽ നിന്നും പൈസ സ്വീകരിക്കുന്നു. അതുപോലെ തന്റെ ഓഫീസ് ഡ്രോയറിൽ നിന്നും പണം എടുത്തുകൊണ്ട് ഒരു ഫൈനൽ ഗാമ്പിൾ, ഒരു അവസാന ചൂതാട്ടത്തിന് ശ്രമിച്ചുകൊണ്ട് അദ്ദേഹം കുതിരപ്പന്തയത്തിൽ തന്റെ എല്ലാ സമ്പാദ്യവും ഗാമ്പിൾ ചെയ്യുന്നു. ബട്ട് ദിസ് ലാസ്റ്റ് റിസോർട്ട് ഹാഡ് ഫെയിൽഡ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ അവസാന ശ്രമവും പരാജയപ്പെടുന്നു. അദ്ദേഹം കുതിരപ്പന്തയത്തിൽ തോൽക്കുന്നു. Terrified of the prosecution that must follow, sick at heart, sunk in despair, he had shut himself in his room and turned on the gas. So he was terrified of the prosecution. What is the meaning of prosecution? Prosecution means the act or process of holding a trial against a person who is accused of a crime. അദ്ദേഹത്തിന് അറിയായിരുന്നു അദ്ദേഹത്തിനെതിരെ കേസ് ഉണ്ടാവും. So he was sick at heart, sunk in despair. അങ്ങേയധികം ദുഃഖത്തിലും നിരാശയിലും മുങ്ങി താണുപോയ അദ്ദേഹം he had shut himself in his room. അദ്ദേഹം തന്റെ ഈ വാടക റൂമിൽ കയറി വാതിലടച്ച് and turned on gas. അവിടെ ഉണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ ഓൺ ചെയ്യുകയായിരുന്നു. So he was trying to commit suicide. അദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. A long bar of silence throbbed in the little attic when he concluded this all-thing confession. There was a long bar of silence. കുറെ നേരത്തേക്ക് ആരും തന്നെ ഒന്നും സംസാരിച്ചില്ല. A long bar of silence throbbed in the little attic. ആ കൊച്ചു തട്ടിൻപുറത്ത് ഞങ്ങളുടെ നീണ്ട ദീർഘനേരത്തെ നിശബ്ദത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. When he concluded this all-thing confession, അദ്ദേഹത്തിന്റെ ഈ കുറ്റസമ്മതം കേട്ടപ്പോൾ ഞങ്ങൾ ആരും തന്നെ കുറെ നേരത്തോട്ട് ഒന്നും സംസാരിച്ചില്ല. Then gruffly the surgeon asked how much he had stolen.
What is the meaning of gruffly? Gruffly means low and harsh. വളരെ പരുക്കൻ ശബ്ദത്തിൽ, കഠിനമായ ശബ്ദത്തിൽ സർജൻ ചോദിച്ചു എത്ര കാശാണ് അയാൾ മോഷ്ടിച്ചതെന്ന്. 7 pounds and 10 shillings. The answer sounded pitiful. 7 പൗണ്ടും 10 ഷില്ലിങ്ങും. അദ്ദേഹത്തിന്റെ മറുപടി അങ്ങേയറ്റം വിഷമിപ്പിക്കുന്നതും ദയ തോന്നുന്നതുമായിരുന്നു. For this paltry sum, he had almost thrown away his life. What is the meaning of paltry? Paltry means petty or trivial. വളരെ തുച്ഛമായ, ഈ ഒരു തുച്ഛമായ കാശിന് വേണ്ടിയായിരുന്നു അദ്ദേഹം തന്റെ ജീവിതം വലിച്ചെറിഞ്ഞത് എന്ന് കേട്ടപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഷോക്കായിപ്പോയി. There was a pause. The three of us, the surgeon, the landlady and me, as the sole witness of the near tragedy, had the same unspoken thought in our minds. We decided to give the young man a fresh start. So Dr. A.J. Cronin says there was a pause. ഞങ്ങൾ എല്ലാവരും കുറച്ചു നേരത്തേക്ക് നിശബ്ദരായി നിന്നു. ആരും ഒന്നും സംസാരിക്കുന്നില്ല. Everyone was thinking what to do. എന്ത് ചെയ്യുമെന്ന് എല്ലാവരും പരസ്പരം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. The three of us, ഞങ്ങൾ 3 പേരും, the surgeon, the landlady and me, പോലീസുകാരനും ഞാനും ആ ലാൻഡ്ലേഡിയും. As the sole witness of the near tragedy, ആ ഒരു സംഭവിക്കാമായിരുന്ന ഒരു ട്രാജഡി, ഒരു അപകടത്തിന്റെ ദൃക്സാക്ഷികളായിട്ട് ഞങ്ങൾ 3 പേരും മാത്രമാണുള്ളത്. Had the same unspoken thought in our minds. ഞങ്ങൾക്ക് 3 പേർക്കും ഞങ്ങൾ പറയുന്നില്ലെങ്കിലും ഒരേ രീതിയിൽ സമാനമായിട്ടുള്ള ചിന്തകളാണ് ഞങ്ങളുടെ മനസ്സിലേക്ക് വന്നത്. We decided to give the young man a fresh start. ഞങ്ങൾ 3 പേരും ഒരേപോലെ എന്ത് തീരുമാനമെടുത്തു? ആ ചെറുപ്പക്കാരന് പുതിയൊരു തുടക്കം, അദ്ദേഹത്തിന് പുതിയൊരു ജീവിതം നൽകാൻ ഞങ്ങൾ 3 പേരും ഒരുമിച്ച് തീരുമാനമെടുത്തു. The surgeon, at considerable risk to his job, resolved to make no report upon the case so that no court proceedings would result. The landlady offered a month's free board until he should get upon his feet again, while I, making perhaps the least contribution, came forward with 7 pounds 10 shillings for him to put back into the office safe. So surgeon എന്ത് തീരുമാനിച്ചു? There was considerable risk to his job. അദ്ദേഹത്തിന്റെ ജോലിക്ക് അത്യാവശ്യം നന്നായിട്ടുള്ളൊരു റിസ്ക് തന്നെയുണ്ട്. പക്ഷെ he resolved to make no report upon the case. ഈ കേസ് അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, ഫർദർ മുകളിലോട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് സർജൻ ഡിസിഷൻ എടുത്തു. സോ ദാറ്റ് നോ കോർട്ട് പ്രൊസീഡിങ്സ് വുഡ് റിസൾട്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കോടതിയിൽ ഇതൊരു കേസായിട്ട് അദ്ദേഹത്തിന് പ്രശ്നമായിട്ട് വരുന്നില്ല. The landlady offered a month's free board until he should get upon his feet again. ആ ലാൻഡ്ലേഡി എന്ത് തീരുമാനം എടുത്തു? 1 മാസം കൂടി അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് അവരുടെ വാടക വീട്ടിൽ താമസിക്കാം. അതുവരെ 1 മാസം അദ്ദേഹം യാതൊരുവിധ വാടകയും ഇവർക്ക് നൽകണ്ട. ആൻഡ് വൈൽ ഐ മേക്കിംഗ് പെർഹാപ്സ് ദ ലീസ്റ്റ് കോൺട്രിബ്യൂഷൻ. സോ എ.ജെ. ക്രോണിൻ പറയണത് ഇവർ 2 പേരെക്കാട്ടിലും ഏറ്റവും കുറഞ്ഞൊരു കോൺട്രിബ്യൂഷൻ ഞാനാണ് ചെയ്യുന്നത്. ആൻഡ് ഐ കെയിം ഫോർവേഡ് വിത്ത് 7 pounds and 10 shillings ഫോർ ഹിം. ഞാൻ അദ്ദേഹത്തിന് 7 പൗണ്ടും 10 ഷില്ലിങ്ങും അദ്ദേഹത്തിന്റെ ഓഫീസ് ഡ്രോയറിൽ തിരിച്ചു വെക്കാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാം എന്ന് ഞാനും വാക്കുകൊടുത്തു. സോ എന്തൊക്കെയായിരുന്നു ആ 3 തീരുമാനങ്ങൾ? സർജന്റ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നില്ല, ലാൻഡ്ലേഡി 1 മാസം കൂടെ അദ്ദേഹത്തിന് അവിടെ നിൽക്കാനുള്ള അവസരം കൊടുക്കുന്നു, ആൻഡ് എ.ജെ. ക്രോണിൻ 7 പൗണ്ടും 10 ഷില്ലിങ്ങും അദ്ദേഹത്തിന് ഓഫീസ് സേഫിൽ തിരിച്ചു വെക്കാൻ വേണ്ടി നൽകാം എന്നുള്ള 3 പേരുടെയും വാഗ്ദാനം അദ്ദേഹത്തിന് പുതിയൊരു ജീവിതത്തിനുള്ള വഴി തെളിയിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കാണ് എ.ജെ. ക്രോണിൻ രക്ഷപ്പെടുത്തിയ ആ ചെറുപ്പക്കാരൻ ആരായിരുന്നു? ദാറ്റ് വാസ് മിസ്റ്റർ ജോൺ എസ്. അന്ന് അദ്ദേഹത്തിന്റെ ചെറിയ പ്രായത്തിൽ ലക്ഷ്യബോധമില്ലാതെ ലണ്ടൻ സിറ്റിയിൽ എത്തുന്നു. അവിടെ ഒരു ഓഫീസിൽ ജോലി ലഭിക്കുന്നു. അല്ലേ, അദ്ദേഹത്തിന് കൂട്ടുകാരും നല്ല ഫ്രണ്ട്സുകളൊന്നുമില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യാണ്? അദ്ദേഹം വഴിതെറ്റിപ്പോയിട്ട് അല്ലേ അവസാനം വലിയ കടബാധ്യതയായിട്ട് അദ്ദേഹം ജീവനെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ നിന്ന് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തി ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവന്ന ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ എ.ജെ. ക്രോണിൻ. അതുകൊണ്ടാണ് ഡോക്ടർ എ.ജെ. ക്രോണിനെ കഴിഞ്ഞ 25 വർഷമായിട്ടും മറക്കാതെ അദ്ദേഹത്തെ ഒരിക്കലെങ്കിലും കാണണമെന്ന് കരുതി അദ്ദേഹത്തെ മിസ്റ്റർ ജോൺ എസ് തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത്. The ship moved on through the still darkness of the night. There was no need of speech. With a tender gesture, Mrs. S had taken her husband's hand. So, ഇരുട്ടിലൂടെ കപ്പൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. There was no need of speech.
അവിടെ സംസാരിക്കേണ്ടതിൻ്റെ യാതൊരു ആവശ്യകതയും അവർ തമ്മിലുണ്ടായിരുന്നില്ല. വിത്ത് എ ടെൻഡർ ജസ്റ്റർ മിസ്സിസ് എസ് ഹാഡ് ടേക്കൺ ഹെർ ഹസ്ബൻഡ്സ് ഹാൻഡ്. മിസ്സിസ് ജോൺ എസ് അവരുടെ ഭർത്താവിൻ്റെ കൈകൾ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. And as we sat in silence, I could not but reflect that it was the best investment I had made in my life. നിശബ്ദനായി അവിടെ ഇരിക്കെ എനിക്ക് തോന്നി എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ മുതൽ മുടക്ക് അതായിരുന്നു എന്ന്. It had paid me no dividends in worldly goods, but had turned out to be immensely profitable. ആ മുതൽ മുടക്കിൽ നിന്ന് എനിക്ക് വലിയ ലാഭവിഹിതങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും അത് ഏറ്റവും ലാഭകരമായിട്ടുള്ളൊരു മുതൽ മുടക്കായി മാറുകയായിരുന്നു. സോ ഇവിടെ AJ ക്രോണിൻ ഇങ്ങനെ പറയാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വലിയ ക്യാഷ് മുടക്കിയാലും ഇത്തരത്തിലുള്ളൊരു വലിയ മഹാനായിട്ടുള്ളൊരു വ്യക്തിയെ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല ഇത്. അല്ല, ഇത്തരത്തിലുള്ളൊരു വലിയൊരു സർവീസ് ചെയ്യുന്നൊരു വ്യക്തി ഉണ്ടാവാനുണ്ടായിരുന്ന കാരണം AJ ക്രോണിൻ അന്ന് അദ്ദേഹത്തോട് കാണിച്ച വലിയ മനസ്സുകൊണ്ടായിരുന്നു. അദ്ദേഹം ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം നൽകിയ ആ ക്യാഷ് 7 പൗണ്ടും 10 ഷില്ലിങ്ങും അതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന സർജിയന്റും ലാൻഡ് ലേഡിയും കൊടുത്ത സപ്പോർട്ട് അതായിരുന്നു അദ്ദേഹത്തെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരികയും ഇത്തരത്തിൽ പ്രശ്നങ്ങളിൽ പെട്ടുപോകുന്ന പ്രയാസങ്ങൾ നേരിടുന്ന യങ്സ്റ്റേഴ്സ്, ചെറുപ്പക്കാർ, കുട്ടികൾ അവരെയൊക്കെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ആ ഒരു വലിയ പാളിച്ച അത് അദ്ദേഹം ഒരു പാഠമാക്കി എടുക്കുകയും ഇനിയുള്ള തൻ്റെ ജീവിതം അത്തരത്തിലുള്ളൊരു വലിയ ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന് തീരുമാനിച്ച് അദ്ദേഹം കഴിഞ്ഞ 15 വർഷങ്ങളായി ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ നടത്താൻ മിസ്റ്റർ ജോൺ എസിനെ പ്രേരിപ്പിച്ചത്. സോ ആ ഒരു ഇൻസിഡന്റ് ആയിരുന്നു മിസ്റ്റർ ജോൺ എസിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. അപ്പം അത്തരത്തിലൊരു വലിയൊരു മഹത് വ്യക്തിയെ ഈ സമൂഹത്തിന് വേണ്ടി നൽകാൻ ഡോക്ടർ AJ ക്രോണിന് സാധിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം ദാറ്റ് വാസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്. ഞാൻ എൻ്റെ ലൈഫിൽ നടത്തിയിട്ടുള്ള ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് അതായിരുന്നു. ആ ചെറിയ തുകയാണെങ്കിലും ആ തുക കൊണ്ടുണ്ടായിരുന്ന ലാഭം വളരെ വലുതായിരുന്നു എന്ന് AJ ക്രോണിൻ പറയാൻ കാരണം It stood out against all the bad investments I had made throughout the years, those foolish speculations for material gain, producing only anxiety, disappointment and frustration. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് അദ്ദേഹം പലതിലും നടത്തിയിട്ടുണ്ട്. പക്ഷെ ആ മുതൽ മുടക്കുകളെല്ലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്നത് ഉത്കണ്ഠയും നിരാശയും ഇച്ഛാഭംഗവും ഒക്കെയാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ദാറ്റ് ടേൺ ഔട്ട് ടു ബി ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഹി ഹാഡ് എവർ മെയ്ഡ്. അദ്ദേഹം തന്റെ ജീവിതത്തിൽ നടത്തിയ ഏറ്റവും നല്ലൊരു നിക്ഷേപമായിരുന്നു ആ 7 പൗണ്ട്സ് ആൻഡ് 10 ഷില്ലിങ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അനക്ഡോട്ട് ഇവിടെ അവസാനിക്കുന്നു. സോ എല്ലാവർക്കും ഈ മനോഹരമായിട്ടുള്ള സ്റ്റോറി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ടേക്ക് കെയർ.